രാവിലെ നമ്മൾ എവിടോട്ടാണ് പോകുന്നത്? സ്വിറ്റ്സർലൻഡിലോട്ടാണ് പോകുന്നത്, സൂറിക്. ഇന്നത്തെ രാവിലെ എന്ന് പറയുന്ന സൺഡേ. ഇതിനെന്താ, ഈ കമ്പനിയുടെ പേര് ഫെറ്റർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒന്ന് റൈറ്റ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഉറപ്പായിട്ടും. ഈ സാധനം നോക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചാലും അത് നോക്കത്തില്ല. പിന്നെ എന്താ പറയാ, യൂറോപ്പ് എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് അറിയാവുന്ന റോഡുകൾ ആകാത്തത് കൊണ്ട് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ടും കാര്യമില്ല, അറിയില്ലല്ലോ, അങ്ങ് ഓടിച്ചു പോവുക. ഇവിടുന്ന് ഇത് കണ്ടോ, മീസ്ബർഗ്, ബെർഗ്, ലിൻഡാവോ, ഫ്രിഡിഷാഫൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ നമ്മൾ പോകുന്നത് ലിൻഡാവോ എന്നൊക്കെ പറയുന്ന ആ റൂട്ടിൽ കൂടാണ്. ഇത്ര മനോഹരമായ ഒരു തുരങ്കപ്പാതയിൽ കൂടെയാണ് പോകുന്നത്. ഇവര് ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവർ ഒറ്റയ്ക്ക് പോയതിനെ പറ്റിയൊക്കെ. ഞാൻ ഇപ്പോൾ ഇവന് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നില്ല, കാരണം ഇപ്പം ഭയങ്കര ചെക്കിംഗ് ആണ് യൂറോപ്പിൽ, പഴയതുപോലല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാമായിരുന്നു, പക്ഷെ ഇപ്പം ആൾക്കാരെ റാൻഡം ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പം ഓൺ ദ വേ വരുമ്പോൾ പോലീസ് വണ്ടി നോക്കും, എന്നിട്ട് ആളെ നോക്കും ചില ഭാഗത്തു നിന്ന്, എന്നിട്ട് ചിലപ്പോൾ നിർത്താൻ പറയും. പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് കാരണം ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു, 3 ക്രോസൻറ്റ് 2 കോഫി. വളരെ വില കുറവാണ്, 15 യൂറോ. പൊന്നുമോനെ, ഇവിടെ കുടുംബം കലക്കി കളയുവന്മാർ. 2 ഉണക്ക ബ്രെഡും 2 കോഫിക്കും 1500 രൂപ. ജസ്റ്റ് ഇമാജിൻ, ജർമ്മനിയിലെ വില ഇതാണെങ്കിൽ ഇത് സ്വിറ്റ്സർലൻഡിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ അത് 2000 ആവും. ഭയങ്കര ഹൈ റേറ്റാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങളും. ഒരു ലഞ്ച് മര്യാദ കഴിക്കണമെന്നുണ്ടെങ്കിൽ 100 യൂറോ ആവുമെന്ന് പറയത്തില്ലേ, അതുപോലെ. മീസ്ബർഗിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. ഈ റൂട്ടിൽ കൂടെ നമ്മൾ ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. ഈ റോഡിൽ കൂടെ, ഈ ഒരു സ്ഥലത്തൂടെ ആദ്യമായിട്ടാണ് ഈ റൂട്ട് പിടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ, അത് കാരണം നമുക്ക് അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. ലാങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇല്ലേ, കമേഴ്ഷ്യൽ കിച്ചൺ ആണോ? അതല്ല. ഈ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് ഈ സൈഡിൽ. അതൊന്നും ഇപ്പം ചെറിയ ചെടിയായിട്ട് നിൽക്കുക, വളർന്നു വരുന്നതേ ഉള്ളൂ. ഒരു 3 മാസം കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഒക്കെ, ഇതെല്ലാം ആപ്പിളിന്റെ ഫാമാണ്. നമ്മൾ ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷൻ നിർത്തണം, പെട്രോൾ അടിക്കണമല്ലോ. ഇപ്പൊ ഹാഫ് ടാങ്ക് ഉണ്ട്, ബട്ട് വി നീഡ് ടു മേക്ക് ഫുൾ ടാങ്ക്. അടുത്തത് അടിക്കാം. അടുത്ത ഏത് വന്നാലും പറയണേ, ദൂരെ നിന്ന് നോക്കുക, അടിക്കണം. അപ്പൊ യാത്ര ഇങ്ങനെ തുടരുകയാണ്. രാവിലെ 7 മണി. ഇപ്പോൾ അത്യാവശ്യം വെയിലും അത്യാവശ്യം നല്ല ക്ലൈമറ്റുമാണ്. ഇന്ന് കാണിക്കുന്ന ക്ലൈമറ്റ് 25 ഡിഗ്രിയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമൽ ഡ്രസ്സ് അവിടെ ഒക്കെ ഇടുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങിയത്. തണുപ്പില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളി കാലാവസ്ഥ. നമ്മൾ ഇപ്പം പോകുന്ന സ്ഥലത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഏതോ ഒരു വലിയൊരു ഇത് കണ്ടു, ഒരു പോണ്ട് പോലെ. അതെന്താ അത്? അവിടെ ഒരു വലിയ തടാകം പോലെ കണ്ടു. ബോഡൻസി തന്നെ. നമ്മളത് ക്രോസ് ചെയ്തിട്ട് പോകണ്ടല്ലോ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 50 യൂറോ പോകും. സൈഡിൽ കൂടെ കണ്ടു തന്നെ പോയാൽ മതി. ഇല്ല, 50 യൂറോ അവിടെയും പൊട്ടും വണ്ടി കയറ്റുന്നതിന്. പ്ലീസ് ശ്രദ്ധ വേണം. ഏതാ? അതിന്റെ മേളിൽ പോയി നിൽക്കപ്പോ അറിയാം. പിന്നെ ഒരിക്കലും അങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. അതിന്റെ മേളിലോ? നല്ല രസമാ. 0 ഡിഗ്രിയാ. ഞാൻ 67 പൊക്കോണ്ടിരുന്നത്. അതൊന്നും വലിയ കുഴപ്പമില്ല. ഞാനും അവരും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പൊക്കോളും. കണ്ടായിരുന്നു ഞാൻ, പക്ഷെ 50 പോകരുതോ? രാവിലെ 6 മണി വരെ അല്ലേ ഉള്ളു 30.
ഇപ്പോൾ 7 മണി കഴിഞ്ഞ് ഇപ്പോൾ 7:30 ആകുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമ്മളുടെ യാത്ര ചെറിയ ചെറിയ ഗ്രാമങ്ങൾ താണ്ടി പോകുന്നത് സൂറിക് എന്ന പട്ടണത്തിലോട്ടാണ്. ഇതേ ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഇവൻ ഡേഞ്ചർ ക്യാമറയാണ്. 50 യൂറോ അടിച്ച് കൈ തരും. ഇവിടുത്തെ ചെറിയ ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ടോ? മാടക്കട, പെട്ടിക്കട, എല്ലാത്തിനും ഒരു സൗന്ദര്യമാണ് പ്രത്യേക. അത്ര രസത്തിലാണ് അവരെല്ലാം വെച്ചിരിക്കുന്നത്. ശരിക്കും എന്തിനും ഒരു സൗന്ദര്യമാണ്. അവന്മാരെല്ലാം ചെയ്യുന്നതെല്ലാം അടുക്കും ചിട്ടലുമാണ്, ഭയങ്കര അടുക്കും ചിട്ടലുമാണ്. ഇവിടെ ജീവിക്കണേൽ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഹൈ പേ ആണ്. പിന്നെ അവർക്ക് ഇത് പേ ചെയ്യുന്നതിന് കുഴപ്പമുള്ളൂ. വിദേശികളായി വരുന്നവർക്ക് നമ്മളെ സംബന്ധിച്ച് അത് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഒരിക്കൽ നോർവേ വെച്ചു അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്കിത് ഹൈ ആയിട്ട് തോന്നും, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ കൺവേർഷൻ റേറ്റ് വെച്ചിട്ട്. പക്ഷെ ഞങ്ങൾക്കിത് നോർമലാണ്, അതിന് ഞങ്ങൾക്ക് അതുപോലെ പേ കിട്ടുന്നുണ്ട്. അതിനാൽ ഇതിന് ഹൈ പ്രൈസ് എന്ന് നമുക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇവർക്കത് നോർമലാണ് ഇവിടെ ഉള്ളവർക്ക്. അതുകൊണ്ട് മിക്കവാറും എല്ലാ പേയ്മെൻറ്റും ചക്കുമാണ് പേ ചെയ്യുന്നത്. അവനെല്ലാം ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ അല്ലേ, അതുകൊണ്ട്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് പെട്രോൾ സ്റ്റേഷനൊക്കെ ഇവിടുത്തെ ഈ ഷോപ്പൊക്കെ അടവാണ്. കണ്ടില്ലേ, അമ്മാരെന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഒന്നും മനസ്സിലാകുന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ കാർഡിട്ട് പെട്രോൾ അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അടിക്കാമോ? നമ്മളേതാ അടിക്കണ്ടേ? E5-നാണോ വില കുറവോ? E5-ലല്ലേ വില കുറവോ? ഇതിന്റെ ലോക്കാ? ആ, ഇപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് സൂപ്പർ 5-ന് എന്താ വില? സൂപ്പർ 5-ന് 1.99. 1.99 അല്ലേ? ഹലോ, ഹായ്. എന്താ പോകുന്നില്ല? നമ്മൾ ആദ്യം അത് അടിച്ചിട്ട് പേ ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ അത് വർക്കാകുന്നില്ല. അപ്പോൾ വേറൊരു ടീം ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് എടുത്തു, പക്ഷെ അവരുടെ അത് വർക്കാകുന്നില്ല. എന്ത് പറ്റിയടാ? അവർക്ക് എന്താ പറ്റിയ? 80 യൂറോ ആണല്ലോ വെച്ചിരിക്കുന്നത്. വെയിറ്റ് ചെയ്യപ്പോ. അത് തന്നെ, അവർക്കും കൺഫ്യൂഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഭാഷയും കൂടെ അറിയത്തില്ലല്ലേ. നീ പോളോണ്ടൊക്കെ നീ അവരോട് സംസാരിക്കുന്നുണ്ട്. എനിക്കല്ലേ പെട്ടുപോടോ. സത്യമായിട്ടും ഇവര് മൈൻഡ് പോലും ചെയ്യത്തില്ല. എടാ ഞങ്ങള് രണ്ടുപേരുടെ ഈ യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴേ സുപ്രഭാതം പറയുമ്പോ ഇവർക്ക് അവർക്ക് ഓക്കെ കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ ഇപ്പൊ ആ സുപ്രഭാതം പറഞ്ഞില്ലെങ്കിൽ പോയി. അവരടിച്ചോണ്ടിരിക്കുമ്പോ ഇനി നമ്മൾ എടുക്കണോ വേണ്ടോ എന്നാണ് ചോദിച്ചത്. വേണോ വേണ്ടോന്നാ ചോദിച്ചാ. എന്തായാലും മിനിമം 60 യൂറോ അടിക്കണം. അപ്പോൾ നമ്മൾ ഇല്ല എടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം ഇപ്പോൾ അടിക്കാൻ വേണ്ടി ഇവിടെ ഒരു കുറച്ച് നേരമായിട്ട് നമ്മൾ നിൽക്കുക പെട്രോൾ സ്റ്റേഷനിൽ. ഇവിടെ ഇപ്പം നമ്മൾ അടിക്കുന്നത് സൂപ്പർ ഈറ്റൻ അടിക്കാമെന്ന് ചോദിച്ചു. 1.93, അതായത് നിയർ അബൌട്ട് 2 യൂറോ. ദാറ്റ് മീൻസ് 10 റിയാൽ. ഇറ്റ് മീൻസ് 225 രൂപ ഇന്ത്യൻ മണി. ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ നമ്മൾ പേ ചെയ്യണം. റിയലി വെരി എക്സ്പെൻസീവാണ് പെട്രോള്.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ 1.6 ആയിരുന്നു. അപ്പം 35 പൈസ കൂടി, 33.9 പൈസ കൂടി. അപ്പോൾ ഇവിടെ യൂറോപ്പിൽ എല്ലായിടത്തും വില കൂടി. സ്വിറ്റ്സർലൻഡ് ഇതിലും വില കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പം ഇവിടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് സ്വിറ്റ്സർലൻഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സൺഡേ രാവിലെ ഒന്നും ഇവിടെ ആരും ഇല്ല, കണ്ടില്ലേ? പെട്രോൾ സ്റ്റേഷനൊക്കെ കാലിയാണ്. പക്ഷെ എന്നാലും ഫങ്ഷനിങ് ആണ്. നമുക്ക് കാർഡ് വെച്ച് പേ ചെയ്യാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. സൺഡേ നമുക്ക് യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ ഷോപ്പുകളും എവരിതിങ് അടവായിരിക്കും. നമ്മുടെ ക്രോസൻ വന്നു. ഇതാണ് ക്രോസൻ മേടിച്ചത്. ഈ ഒറ്റ ഈ 3 ക്രോസൻറ്റിനും 3 കോഫിക്കുമാണ്, 2 കോഫിക്കുമാണ് നമ്മൾ 15 യൂറോ പേ ചെയ്തത്. 15 സംതിങ് ഇച്ചിരി മുകളിലോട്ട്. അപ്പം ദാറ്റ് മീൻസ് നിയർ അബൌട്ട് 75 റിയാൽ. ആലോചിച്ച് നോക്ക്. അങ്ങനെ നമ്മൾ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് പെട്രോളൊക്കെ ഫുൾ ടാങ്ക് ആക്കി നമ്മൾ അവിടെ തന്നെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ യാത്ര തുടരുകയാണ്. സൂറിക് ലക്ഷ്യമാക്കി. ഗ്രാമങ്ങളാണ് മോസ്റ്റ്ലി നമ്മൾ വരുന്ന ഓരോ ഭാഗങ്ങളും കാണുക. അതിമനോഹരമായ 2 വശങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ എൻജോയ് ചെയ്ത് പോകാം. അതെല്ലാം കണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യുമ്പം സ്പെഷ്യലി ഇതുപോലത്തെ ഹാബിറ്റാറ്റ് ഏരിയയിലും ചെറിയ ചെറിയ വില്ലേജുകളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും സ്പീഡിൻ്റെ ആ ഒരു ഇത് മാറുക. അതായത് ചില സമയത്ത് അവർ 70 പറയും, ചിലപ്പോൾ അവർ 50 പറയും, ചിലപ്പോൾ അത് 30 പറയും. അപ്പോൾ ഇതിലൊക്കെ ക്യാമറകൾ കാണും. ഈ പറയുന്ന ഹാബിറ്റാറ്റ് ഏരിയയിൽ ജനവാസമുള്ള ഏരിയകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പം. ഹൈവേകളിലൊന്നും അത്രയും വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ ഏരിയയിലൂടെ ഒക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. റോഡ് പ്രസൻസ് വേണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ക്യാമറയിൽ ചെന്ന് പെടും. റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴെടുക്കുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ഇരുവശങ്ങളിലുള്ള വീടുകളും അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ തോട്ടങ്ങളും അതുപോലെ നൈസായിട്ടുള്ള ഈ ഒരു റോഡും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും കൂടുതൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡും ഉള്ള അതിമനോഹരമായ ആ ഒരു കൃഷിസ്ഥലങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കാണാം. പക്ഷെ അത് വീഡിയോയിൽ എത്രമാത്രം വരുമെന്ന് നമുക്കറിയില്ല. ഈ പറയുന്ന റോഡുകൾ മോസ്റ്റ്ലി പോകുന്ന സിംഗിൾ റോഡാണ്. അങ്ങോട്ട് ഒരു വേയും ഇങ്ങോട്ടൊരു വേയും. പക്ഷേ എന്നാലും നമുക്ക് ഈ റോഡുകളിലൂടെയൊക്കെ 100 കിലോമീറ്റർ സ്പീഡിൽ പോകാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതാണ് എന്നെ ഇവിടെ വരുമ്പം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നത്. ഇവരെത്ര കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷനിലാണ് റോഡിൻ്റെ ഓരോ പ്ലേസും അവർ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡ്രൈവർക്ക് എക്സാക്ട്ലി എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് എല്ലാം ഈ റോഡിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഓരോ ഭാഗങ്ങളിലും അവർ കറക്റ്റായിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി വണ്ടിയൊക്കെ ഒത്തിരി പുറകിലോ ഈ വരുന്ന വണ്ടിയോ ഇപ്പഴാണ് ഇച്ചങ്ങോട്ട് സ്പീഡ് ഇത് കണ്ടിട്ടാ പറഞ്ഞ ബാക്കിലുണ്ടെന്ന്. മീഴ്സ്ബർഗ് ഉണ്ടോ? കണ്ടല്ലോ ഈ ബോർഡ്. നമ്മളിപ്പോൾ പോകുന്നത് ആ റൂട്ടിലോട്ടാണ്. റോഡൊക്കെ വളരെ നാരമാണ്, കണ്ടില്ലേ? ജസ്റ്റ് ഒരു വണ്ടിക്ക് പോകാം. ചില ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ യൂറോപ്പിൽ വണ്ടി ഓടിക്കണ്ട. അന്നാ 100 പൊക്കോളാനും പറയും. അത്രമാത്രം നമുക്ക് കോൺസെൻട്രേഷൻ വേണം. മൊബൈൽ എടുക്കാൻ പാടില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മൊബൈൽ എവനെങ്കിലും എടുത്തോ അവൻ ഏതെങ്കിലും കട്ടപ്പുറത്ത് നിന്ന് കയറും, ഉറപ്പാണ്. വെച്ചാൽ അതെ, ലൈൻ തോ വരുന്നവന്മാരെടുക്കും, ഇവിടെ ഉള്ളവരെടുക്കുവാടാ. ഓടിക്കുന്നുണ്ട്, പക്ഷെ അത് ഡേഞ്ചറാ. ഞാൻ കണ്ടിരുന്ന ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വഴി. പക്ഷെ ഇവിടെ ഇല്ല. പക്ഷെ എടാ, ഈ റോഡിൽ എങ്ങനെ ഓടിക്കും? ഒറ്റ ലൈൻ, ഒരു റൈറ്റിലോട്ട്. അത് ഇവര് പോയി അവർക്ക് പരിചയമുള്ളവർ കാണുന്നുണ്ട്, ഒരു പക്ഷെ ഓടിക്കാം. പക്ഷെ നമുക്ക് പറ്റത്തില്ല. എനിക്ക് ഒരു കാരണവശാലും മൊബൈൽ എടുത്ത് നോക്കാനേ പറ്റില്ല. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്, വണ്ടി ഓടിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാം മെറ്റേ കൂടാണ്, റെയ്ബൻ്റെ മെറ്റ. ആ ക്യാമറയിൽ കൂടെ ആണ് ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട്
എനിക്ക് ഇതൊക്കെ വീഡിയോ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വലിയ ഒരു തടാകം പോലത്തെ ഭാഗം കാണുന്ന ബോഡൻസി എന്ന് പറയുന്ന ഒരു വലിയൊരു തടാകമാണ്. ഭയങ്കര വലിയ ഒരു തടാകമാണ് ബോഡൻസി. അത് 2-3 രാജ്യങ്ങളെ ഇങ്ങനെ കവർ ചെയ്ത് കിടപ്പുണ്ട്. സ്വിറ്റ്സർലൻഡിലോട്ടൊക്കെ നമുക്ക് വേണേൽ ക്രോസ് ചെയ്തിട്ട് ബോട്ടിൽ ബോഡൻസി വഴി നമുക്ക് പോകാം. ഞങ്ങൾ 1-2 പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട്. നമുക്ക് കാർ ഉൾപ്പെടെ അകത്തെ കയറ്റി നമുക്ക് വേണേൽ പോകാം. അതിന് എത്ര 35 യൂറോ അങ്ങനെ എന്തോ ആണ്. നമുക്കിപ്പം ബോഡൻസിയിലെ കടത്ത് കയറി നമുക്ക് ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10-30 കിലോമീറ്റർ ലാഭിക്കാം. പക്ഷേ നമ്മളപ്പോൾ ഒരു 35-40 യൂറോ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ പൈസ പേ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ബൈ റോഡിൽ കൂടെ തന്നെ നമുക്ക് റോഡിൽ കൂടെ ഓടിച്ചു പോകാം. വണ്ടി ഓടിച്ച് നമുക്ക് സ്ട്രെയിറ്റ് സൂറിക്കിലെത്താം. ഇത് അവർ കൊടുത്തിരിക്കുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടത്ത് കയറി വരാം. അതാണ് പ്രത്യേകത. ഇവിടെ ഒരു ക്യാമറ ഉള്ള പോലെ തോന്നി. അപ്പം ഞാൻ മ്യൂസിക് ഒന്ന് നിർത്തി നോക്കുമായിരുന്നു. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണ്ടേ. വണ്ടി ഓടിക്കുമ്പോൾ ഈ പാട്ട് ഒച്ചത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. ഒന്ന് പിന്നെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണം. വണ്ടി ഓടിക്കുന്ന ആക്കും ക്യാമറയിൽ ഇതെടുക്കുന്ന ആക്കും. അതുകൊണ്ട് മനോഹരമായ ഒരു സ്ഥലം വന്നപ്പോൾ ഞാൻ മ്യൂസിക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. നമ്മൾ യൂറോപ്പിൽ കൂടെ അങ്ങനെ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോയാൽ തന്നെ രസമാണ്. മൊത്തം യൂറോപ്പ് ഡ്രൈവ് ചെയ്ത് കറങ്ങണം. കുറേ യൂറോ മേടിച്ച് വെച്ചിട്ട് വേണം കറങ്ങാൻ. അത്രയേ ഉള്ളൂ. പിന്നെ പെട്രോൾ അടിച്ച് മനുഷ്യരുണ്ടല്ലോ ലെവലൂരും. കാര്യം കാണാൻ അത്രയും ഉണ്ട്. ഭംഗിയായ ഇടതും വലതും വശങ്ങൾ നോക്കിയാൽ ഇതാ ഇപ്പം ഈ ഒരു കാഴ്ച കണ്ടോ. സൂപ്പർ അല്ലേ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ഓട്ടോബാൻ ഹൈവേയിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ അൺലിമിറ്റഡ് സ്പീഡാണ്. 2 ലൈനേ ഉള്ളൂ. പക്ഷേ അവർ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ സ്പീഡ് വേണമെങ്കിലും പോകാമെന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 180-200 പോകാം. 250 പോകാം, 240 പോകാം, വണ്ടിയുടെ പവർ അനുസരിച്ച്. ഇപ്പം നമ്മൾ പോകുന്ന 147, 150 അതുപോലെ തന്നെ റോഡിൻ്റെ ആ ഒരു പ്രതലം എന്ന് പറയുന്നത് കുറച്ച് റഫാക്കി പെട്ടെന്ന് പാളിപ്പോകാത്ത രീതിയിലുള്ള എന്തോ ഒരു ടെക്നിക്കൽ ഇത് അവർ ഈ റോഡിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ചവിട്ടിയെടുത്ത് കിട്ടും. അപ്പം വണ്ടി നമ്മളിപ്പോൾ 150 പോകുന്നത്. അതിന് കുറേ വണ്ടിയൊന്നുമില്ല, വളരെ ദൂരെയാണ്. ഓ, അവനിപ്പം വണ്ടി പോയാണ്ടോ. വാവ്, ഓയ്യോ, അവൻ പോക്കണ്ട. അവനൊരു 180-190 പോകുന്നത്. പറക്കുക. ഞാൻ 160 അപ്പൊ അവൻ പോകുന്നത് എത്രയല്ല, ഒരു 190-200 ആ റേഞ്ചിലാവും പോകുന്നത്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഓടിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും അടിപൊളി പോഷയൊക്കെ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുപോലെ റോഡും പണിത് കൊടുത്തിട്ടുണ്ട്. പറന്നോടാ നീ. അത് തന്നെ, ആ ഉണ്ടാക്കുന്ന രാജ്യത്ത് അവർ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. പൊക്കോ. പക്ഷെ ചിലടത്ത് 1000 കിലോമീറ്റർ 1.5 മണിക്കൂറിൽ കവർ ചെയ്യും. 1000 കിലോമീറ്റർ. ഓ, അവരുടെ ആവറേജ് സ്പീഡ് 340 കിലോമീറ്റർ ആയിരിക്കും. ആയി ശരി. 1000 കിലോമീറ്റർ 1.5 മണിക്കൂറിൽ. അടിപൊളി. എന്താ അല്ലേ. അപ്പം പക്ഷെ ഈ പറഞ്ഞ മാതിരിയാണ് ഈ റിയാദ് 1.5 മണിക്കൂർ. മണിക്കൂറിലൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേ നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോ കണ്ടായിരുന്നല്ലോ, 30 കിലോമീറ്റർ സ്പീഡിൽ ക്യാമറ വെച്ചിരിക്കുന്നത്. അതേ രാജ്യത്ത് തന്നെ അൺലിമിറ്റഡ് സ്പീഡും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണേലും സ്പീഡിൽ പോകാനുള്ള റോഡും വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹാബിറ്റാറ്റ് ഏരിയ വരുമ്പോഴത്തേക്കും നിങ്ങൾ 30 കിലോമീറ്റർ സ്പീഡിൽ വേണം പോകാൻ. അതായത് ക്യാമറ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് പണം ഉണ്ടാക്കാനാണ് സർക്കാരെങ്കിൽ. ഇവർ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദിയിലൊക്കെ ഒള്ളി കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആ ഒരു ഇതിനു വേണ്ടി ആകണമെന്നില്ല. കാര്യം അതുപോലെ ഹൈഡ് ചെയ്ത് ക്യാമറ വെച്ചിരിക്കുക അവിടെ ഇവിടെയൊക്കെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹാബിറ്റാറ്റ് ഏരിയ 30, ഇതുപോലത്തെ ഏരിയ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാം. പക്ഷേ വണ്ടി ഓടിക്കുന്നവർ വെരി റെസ്പോൺസിബിൾ ആയിരിക്കണമെന്ന് മാത്രം. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. യൂറോപ്പിൽ വന്ന് നമ്മൾ ശരിക്കും ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു എത്തിക്സ് പഠിക്കാനുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്.
അതൊക്കെയാ പോകുന്നത് 160 സ്റ്റാർട്ട് വരുന്നില്ല. ഞാൻ ഇങ്ങോട്ട് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങ് നേരെയല്ലേ? 165, 160 ആ റേഞ്ചിലാണ്. ഇതോ? ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ സ്റ്റുട്ട്ഗാർട്ടാണ്. സ്റ്റുട്ട്ഗാർട്ട് നേരെ അല്ല, ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം. അപ്പൊ അതൊക്കെ പോരെ. നമ്മളിപ്പോൾ ഒരു ടണലിൽ കയറി ആഫ്റ്റർ ആ ചെക്ക് പോയിന്റ്. അപ്പം നേരെ നമ്മൾ പോകുന്നു സൂറിക് ലക്ഷ്യമാക്കിയാണ്. സൂറിക് സ്വിറ്റ്സർലൻഡിന്റെ ഒരു നമ്മളെവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് സൂറിക്. നമ്മളെവിടെ പോകുന്നത്? അത് ആലോചിച്ച് എവിടോട്ടാണ് പോകുന്നതെന്ന്. അല്ല, നമ്മൾ പോവാൻ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അരേമുറുകനോ അരേമുറുകൻ അരേഗോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഇച്ചിരി ഹിൽ സ്റ്റേഷനാണ്. നോക്കാം, അതിപ്പം ടൈമിങ് നോക്കാം. നമ്മളങ്ങനെ ജർമ്മൻ ബോർഡർ ക്രോസ് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തില്ല. ഇപ്പം നമ്മൾ സ്വിസ് റോഡിലാണ്, സ്വിറ്റ്സർലൻഡിൽ എൻട്രായി. അപ്പം പോലീസ് അവിടെ വെച്ച് നമ്മളെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു എങ്ങോട്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു സൂറിക്കിലോട്ടാണ് പോകുന്നത്. ഉടനെ ചോദിക്കണം ആർ യു ഷുവർ? അപ്പം ഞാൻ പറഞ്ഞു യെസ് വി ആർ ഗോയിങ് ടു കം ബാക്ക് സൂൺ. അപ്പം പുള്ളി 36 ഇഞ്ച് ഫ്രെയിമിലൊരു ചിരി ഇരിച്ചു. അപ്പം മനസ്സിലായി നമ്മളോട് പുള്ളിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പൊക്കോളാൻ. അപ്പോൾ നമ്മളും ചിരിച്ചിട്ട് പതുക്കെ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നു. സ്വിസ് പിള്ളേർ കണ്ടോ സൈക്കിളെ ചുറ്റി അടിച്ച് നടക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു എൻജോയ് ചെയ്യുവാണ്. ഇനിയുള്ള 3 മാസം ഇവിടെ ഈ ക്ലൈമറ്റ് ആയിരിക്കും. അത്യാവശ്യം വെയിലും ചൂടും, ഒരു 20 മുതൽ 30 ഡിഗ്രി വരെയുള്ള ഒരു കാലാവസ്ഥ. നമ്മൾ ഒത്തിരി നാൾ കൂടിയാണ് യൂറോപ്പിൽ ഈ ഒരു ക്ലൈമറ്റിൽ വരുന്നതും. ഓ, ഞാനിത് പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. ഇതാണ് ഫേമസ് യൂറോ റെയിൽ. ഇത് യൂറോപ്പ് റെയിൽ അല്ലേടാ? സ്വിസിന്റെ ട്രെയിൻ. അതാണ് കാണേണ്ട ഒരു സീനറി. അപ്പോൾ നമ്മൾ ആ ഒരു ടണല് ക്രോസ് ചെയ്തപ്പം പിന്നെ അടുത്ത ടണൽ വന്നു. അപ്പൊ ടണലാണ്. ഈ ടണലിൽ കൂടെ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രസമാണ്. പക്ഷെ കൂടെ ഇരിക്കുന്നവർക്ക് അത്ര രസമായിട്ട് തോന്നണമെന്നില്ല. കാര്യം ചില രീതിയിൽ ഈ വണ്ടിയുടെ ഈ ഒരു സൗണ്ടും അതിന്റെ ഒരു ഫ്രിക്ഷനും ഒക്കെ കാരണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാം. പക്ഷെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല. ഈ വണ്ടിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ലൈൻ്റെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വലിച്ച് നമ്മുടെ ഇങ്ങോട്ട് ഇടും. അറിയാമല്ലോ, ആ ഒരു വിഷയമുണ്ട് ഈ ചില വണ്ടികൾക്ക്. അപ്പോൾ ലൈൻ കൺട്രോൾ എന്ന് പറഞ്ഞ്, അപ്പം അത് കാരണം രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കണം. അപ്പൊ ഇവിടെ അമ്മയും മോനും ഇവിടെ പ്ലാനിങ്ങിലാണ് എങ്ങോട്ടാണ് പോകേണ്ടത്. ഏതോ അരേഗുർഗണോ എന്താ ആരേഗോർഗും. ഇവിടാണ് പ്രശസ്തമായ റെയിൻഫോൾ ഉള്ളത്. അരേഗോർഗും പിന്നെ ഉന്നൻ ബോർഡർ വാട്ടവർ. ഭയങ്കര പാടാണ് ഗൈസ് ഇവിടുത്തെ പേരുകൾ പറയാൻ. നമ്മളിത് ഇവിടെ റെയിൻഫോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബോർഡ് കണ്ടോ? അത് ഈ റൈറ്റ് സൈഡിൽ എവിടെയാണ് റെയിൻഫോൾ. നമ്മൾ വരുന്നുണ്ട് റെയിൻഫോൾ കാണാൻ രഞ്ജു വന്നതിന് ശേഷം. ഇവിടെ എപ്പോൾ വന്നാലും നമ്മൾ റെയിൻഫോൾ കാണാൻ വരും. ഇതൊരു വൺ ഓഫ് ദ ഒരു മാൻഡേറ്ററി ആണ്. ലാസ്റ്റ് ടൈം 5 വന്നപ്പോഴും വന്നിരുന്നു. നമ്മൾ ഒറ്റയ്ക്കും വന്നിരുന്നു പലതവണ. അപ്പം ഇപ്രാവശ്യവും വരേണ്ടി വരും. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ വെള്ളച്ചാട്ടമാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. അതായത് നയാഗ്രയൊക്കെ പറയുന്ന പോലെ അത്രയൊന്നും വലുതല്ലേലും പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ പറയുന്ന റെയിൻഫോൾ. അപ്പോൾ അത് കാണാനും വരുന്നുണ്ട്. എത്ര മനോഹരമാണെന്ന് നോക്കിയ സ്വിസ് ആൽപ്സ്. ഇവിടെ 100 കിലോമീറ്റർ ആണ് സ്പീഡ്. പണ്ടൊന്നും ഇവിടെ വലിയ ക്യാമറയൊന്നും ഇല്ലായിരുന്നു സ്വിറ്റ്സർലൻഡിൽ. എല്ലാവരും ഭയങ്കര എത്തിക്സ് പാലിച്ച് പോകുന്നവരായിരുന്നു. പക്ഷേ ഒരു പക്ഷേ ഇമിഗ്രൻസിൻ്റെ ഒക്കെ കൂടുതൽ വരവോടുകൂടിയായിരിക്കും ഇവിടെയും റോഡിൽ ക്യാമറകളൊക്കെ കാണാൻ തുടങ്ങി.
വളരെ മനോഹരമായ സ്വിസ് ട്രെയിൻ കടന്നു പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം, പാലത്തിൻ്റെ മേളിൽ കൂടെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സൂറിക് നഗരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ഹൈവേയിൽ തന്നെയാണുള്ളത്. സൂറിക്കിൻ്റെ മെയിൻ ജർമ്മൻ ആൻഡ് സ്വിറ്റ്സർലൻഡ് ബോർഡർ കഴിഞ്ഞ്, ജർമ്മൻ ബോർഡർ കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ കയറിയിട്ടുള്ള ഹൈവേയിൽ ഓൾമോസ്റ്റ് മേ ബി ഒരു 20 മിനിറ്റ് ഡ്രൈവിൽ നമ്മൾ, ഒരു മാക്സിമം 20 മിനിറ്റ് ഡ്രൈവിൽ നമ്മൾ സൂറിക് നഗരത്തിലെത്തും. ആരും പറഞ്ഞ് കേൾക്കത്തില്ലെന്നോ? ഇപ്പോൾ വീഡിയോ ഇല്ലേ? ഇപ്പോൾ ഇവിടെ കത്തുന്നുണ്ടല്ലോ. ആരാ ഞാൻ വീഡിയോ വരത്തില്ലെന്ന്? 3.2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഒരു ലെഫ്റ്റ് വരും. ഈ അയക്കാന്നല്ലേ സാധനം മേടിച്ചാന്ന്? ഒരു ഹാങ്ങർ. ഒരു ബെർണി എക്സ്പ്രസിൽ പോകണം. ആ, ബെർണി എക്സ്പ്രസിൽ പോവാം. നോ പ്രോബ്ലം. നമ്മളങ്ങനെ സൂറിക്കിലെത്തി. 8 കിലോമീറ്റർ സൂറിക്. ഇതിനടുത്ത് തന്നെയാണ്. ഇന്റർലാക്കിന് ഇവിടുന്ന് എത്രയാ? 1 മണിക്കൂറുണ്ടോ? നമ്മൾ ഇന്റർലാക്കിനിലൊക്കെ വരും. ഇഞ്ച് വന്നു കഴിഞ്ഞിട്ട് വേണം അവിടോട്ടൊക്കെ വരാൻ. ഈ ബോർഡ് കണ്ടോ? സൂറിക് സിറ്റി. ഇവിടൊക്കെ എനിക്കിപ്പം കാണാപ്പാടം പോലെ ഓടിക്കാം. കാര്യം അതുപോലെ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ ലൈനിൽ തന്നെ നിന്നാ മതി. ഫസ്റ്റ് ലൈനിൽ തന്നെ നിൽക്കണോ? കാണിക്കുന്നുണ്ടല്ലോ 3 ലൈനിൽ. നിങ്ങൾ ഈ ലൈനിൽ നിൽക്കാം. 3 ലൈനിൽ ഈ ലൈനിൽ നിൽക്കണമെന്നോ? അവിടെ കാണിക്കുന്നുണ്ട്. സിറ്റിയുടെ ലൈനിൽ തന്നെ നിൽക്കാം. ആ, അങ്ങനെ അല്ല, വേറെ പോകുന്നു. മനസ്സിലായി. വേറെ ലൈനിലോട്ട് ട്രൈ. ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 ലൈനിലും നിക്കാന്ന്. അപ്പൊ നിങ്ങൾക്ക് ആ, ഇതുവഴി പോയി കഴിഞ്ഞാൽ ബേൺ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. മിഗ്രോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു, മൈഗ്രോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. പണ്ട് രാഹുലും ചക്കും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അന്ന് ഗൂഗിൾ മാപ്പ് ഒന്നും കാര്യമായിട്ടില്ല. പക്ഷെ നീ എവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് ഒരു മൈഗ്രോസിന്റെ അടുത്തായിരുന്നു നമ്മുടെ ഹോട്ടല്. ഓർമ്മയുണ്ടോ? ആ പിക്ചർ കണ്ടിട്ട് നമ്മൾ പറഞ്ഞു, ഓ ഈ സ്ഥലമാണെന്നല്ലേ. നമ്മൾ ടോം എന്ന് പറഞ്ഞിട്ട്, ആ അയ്യോ ടോം ഇല്ലാതെ നമ്മൾ പെട്ടുപോയനെ. വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങൾ പറയുന്ന 10, 12, 13 വർഷം മുമ്പ് ഇവിടെ വന്നപ്പം ഇല്ല, ഒന്നുമില്ല നമ്മുടെ. പിന്നെ ടോമിലാ പെട്ടുപോയനെ. പക്ഷെ ആ സാധനം ഈ പറഞ്ഞ മാതിരി ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സാധനത്തിലാണ് നമ്മൾ ആദ്യം വന്നത്. അതെ, എല്ലാം മൊത്തം ഓഫ്ലൈനാ. എവിടൊക്കെ പോയിരുന്നു. ഇവിടെ തന്നെ യൂറോപ്പ് മൊത്തം കറങ്ങി. അതില് ഇല്ല, നമ്മുടെ തന്നെ ഉണ്ട്. അത് വെച്ചോളാൻ പറഞ്ഞ സൂറിക് സിറ്റി. അങ്ങനെ കയറിയാണ് ഗൈസ്. മനോഹരമായ വേറൊരു ടണലിലൂടെ കയറി. ഇത് സൂറിക് സിറ്റിക്കുള്ളിൽ തന്നെയാണ്. മനോഹരമല്ലേ? ഇരുട്ടാണെന്നേ ഉള്ളൂ. നിനക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇപ്പൊ ഒരു ഓസ്ഫാർട്ട് വരും. ഓസ്ഫാർട്ട് സൂറിക്കിനുള്ള ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോകുന്നുണ്ടോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സൂറിക് വലിയ ഹെവി റഷ് ഒന്നും കാണത്തില്ല. അറിയില്ല വഴി. അവൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാലും അവൻ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഉള്ള സത്യം പറയാം, ഈ പഞ്ചായത്ത് ഭരിക്കുന്നവര് ശരിക്കും കഴിഞ്ഞാല് നോട്ട് ഗുഡ്. കാര്യം വെച്ചാൽ ഒത്തിരി റോഡ് ഇവിടെ കുഴിയും കൊണ്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണേലും ദയവ് ചെയ്ത് എന്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അത് ഞാൻ ജർമ്മനിയിൽ പറയാം, പിന്നെ ജർമ്മൻ ഭാഷയിൽ. എന്താ രസമാണെന്നറിയോ സൂറിക്ക് കൂടെ വണ്ടി ഓടിക്കാൻ. ഞാന് ഭയങ്കര ഹാപ്പിയാ. ചില തീപ്പെട്ടി കമ്പനി പോകുന്ന പോലെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവരുടെ വീട്ടിൽ വന്ന് നോക്കുന്നുണ്ടോ? ഈ ലോകത്തില്ലാത്ത എല്ലാ കൊച്ചു വഴികളിലൂടെ. അയ്യോ, അതും ഒരു ചെറിയ റോഡ്, അതിനിടെ കൂടെ ആ ട്രാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ആകെ പെട്ടായിരുന്നു. ഈ കാണുന്ന എല്ലായിടവും ട്രാമാ. ഓക്കെ, നോ താങ്ക്സ്. ഇതാണ്ട് ബേൺ ലുസേൺ എന്ന് പറയുന്ന ആ റോഡിൽ കൂടെയാണ്, ആ റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞായറാഴ്ചയായിട്ടും ഈ സൂറിക് പട്ടണം മൊത്തം കയറ്റം ഇറക്കമാണ്. നോക്ക്, കുത്തനെ കയറ്റം, കുത്തനെ ഇറക്കം.
നമ്മുടെ EV വണ്ടി ആയതുകൊണ്ടുണ്ടല്ലോ നൈസാ. പറയടാ അത് ഇറക്കത്തിന്റെ ഒരു ഫ്ലോ ഇല്ല. റൈറ്റിലോട്ട് നോക്കിയ നദിയാണ്. അത് ഇത് ഏത് നദിയാ? ധനൂപാണോ? റെയിൻ മറ്റേ ആ വാട്ടർഫോൾസിന്റെ. കുളിക്കുന്നൊക്കെ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു നൈസ് ക്ലൈമറ്റാ ഇപ്പോഴ്. സിറ്റിയിലെ സ്പീഡ് എന്ന് പറയുന്നത് 50. ഞാൻ വളരെ പെർഫെക്റ്റ് ഡ്രൈവറാണ്. 45 പോകുന്നത്. ഇതായിട്ട് കാണാമല്ലോ ഇപ്പൊ. Use the right lane to take the Route 3 ramp, then turn right on അങ്ങോട്ട് മൊത്തം Hallstrasse. റെഡാടോ. മൊത്തം റെഡാ മോനെ. എന്തോ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാ അല്ലേ? ആ മാപ്പില് കാണിച്ചായിരുന്നു. നമ്മളിപ്പം സൂറിക് നഗരത്തിന്റെ ഒരു ഹൃദയഭാഗത്താ. ഇതേ പോന്നു ട്രാം. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഇതുവഴി കയറി പോയതാണല്ലോ. നേരെ തന്നെ അല്ലേ? നിങ്ങളുടെ ബാനഫാണോ? അയ്യോ. നേരെ വെച്ചാ എടാ 50 ആടാ ഇവിടെ. ഇത് ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റേഷൻ. ഇതാ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ. ഓതിയതാടാ RSQ3 അല്ലേ? അന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോ അവിടെ കണ്ടേ. RSQ3 എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഇത് Q3യുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ അത്ര പവർഫുള്ളാ? അച്ഛന്റെ അച്ഛൻ. ഒരു 600-700 ഹോഴ്സ് പവർ ഉണ്ട് അതിന്. ഓ അത് ശരി. ശബ്ദം കേട്ടോ? നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡിലെ സൂറിക് ടൗണിൽ സിറ്റിയിലെത്തി. ഇനിയും നമ്മുടെ യാത്രകൾ, ഇവിടെ നിന്നുള്ള യാത്രകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.